Hello friends, welcome back. We'll just move on with the computational procedures for this molecular phylogenetics. That is, we are going to relate the usage of some softwares in the field of molecular phylogenetics. So we know that before we move on with the computational methods, we know that phylogenetic analysis it is of different steps. ഒരു എവല്യൂഷണറി സ്റ്റഡി ചെയ്യുമ്പോൾ അത് പല സ്റ്റെപ്പുകളിലായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് വെൻ വി സ്പീക്ക് അബൌട്ട് മോളിക്കുലർ ഫൈലോജനി, ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും സീക്വൻസ് അനലൈസ് ചെയ്യുക. അതിപ്പോൾ ന്യൂക്ലിക് ആസിഡ് ആയിക്കോട്ടെ, അമിനോ ആസിഡ് ആയിക്കോട്ടെ, അതിൻ്റെ സീക്വൻസ് അലൈൻ ചെയ്യാം. അതിന് സീക്വൻസസ് ഇത് ചെയ്യുക, അലൈൻ ചെയ്യുക, അതിൻ്റെ ആൽഗോരിതംസ് ഉണ്ടാക്കുക. അതിൽ നിന്ന് കുറേ ഇൻഫോർമേഷൻസ് എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡാറ്റ ഉണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ട്രീ ബിൽഡ് ചെയ്യണം. ട്രീ ബിൽഡ് ചെയ്താൽ പോരാ, കുറേ ടൈപ്പ് ഓഫ് ട്രീസ് നമുക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർസ് കിട്ടുക പല ടൈപ്പ് ഓഫ് ട്രീസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കണം. ആൻഡ് ആ ഇവാലുവേറ്റ് ചെയ്യാൻ ട്രീ ഇവാലുവേഷൻ ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പാർസിമണി, ലൈക്ലിഹുഡ് എന്നൊക്കെ പറഞ്ഞാൽ, പാർസിമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ചീപ്പസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രീ വിച്ച് വിൽ എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ്, അത് ആയിരിക്കും ദ ബെസ്റ്റ് ട്രീ അമംഗ് ഓൾ ദി ഹൈപ്പോത്തറ്റിക്കൽ ട്രീസ്. കുറേ ട്രീസ് ഈ എവല്യൂഷണറി ട്രീസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ബെസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മിനിമം കോംപ്ലിക്കേഷനിലുള്ള ട്രീ ആയിരിക്കും ദ ബെസ്റ്റ് വൺ. Okay, so now we'll just go with the computational tools. We can see that കുറേ softwares, കുറേ packages, സോഫ്റ്റ്വെയറിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ അവൈലബിൾ ആണ് ഇൻ ദ ഇൻ്റർനെറ്റ്, ആൻഡ് മെനി ആർ ഫ്രീ ഓൾസോ. അതിൽ ഒരെണ്ണം ഇസ് Phylip, another one is POP, which is used for molecular phylogenetics. ഈ Phylip is a name used, and full form എന്ന് പറയുന്നത് Phylogeny Inference Package. അതാണ് Phylip, PHY. L phylogenic വേണ്ടിയും I stands for inference and package. And the another one is POP, that is phylogenetic analysis using parsimony. അതാണ് ഞാൻ പറഞ്ഞത്, ചില കേസസിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ബേസിസിലായിരിക്കും ട്രീ കൺസ്ട്രക്ഷൻ തന്നെ നടക്കുന്നത്. And there are so many programs in this cases. ഇതാണ് basically ഉപയോഗിക്കുന്നത്. The next one is so we have to study only about the Phylip. Phylip എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യണത് അതൊന്നും നമുക്ക് we are not bothered at this level of graduation. പക്ഷെ we should know what is Phylip. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ത് എഴുതും? Phylip എന്താണ്? സോ ഇറ്റ്സ് വെരി ക്ലിയർ. ഒരു കമ്പ്യൂട്ടേഷണൽ ഒരു ട്രീ കൺസ്ട്രക്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഓൾസോ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ സോഫ്റ്റ്വെയർ, ഒരു പാക്കേജ് ആണ്. ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ? സോ പാക്കേജ് ഓഫ് പ്രോഗ്രാം, and it is used for constructing evolutionary trees. അതാണ് first point. And we said in the full form is Phylogeny Inference Package. The name came from that. Okay, and it is, as I said, it is free tool for the phylogenetic analysis, and it consists of 35 portable programs. That is, we can use it, the program, as a package ആയതുകൊണ്ട് ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. And it is returned to work on as different kinds of computer system as possible. So ഏറ്റവും ഈസിയസ്റ്റ് യൂസ് ചെയ്യണ ഒരു ടൂളാണ്. അത് ഏത് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് മാക് സിസ്റ്റത്തിൽ ഉപയോഗിക്കാം, വിൻഡോസിൽ ഉപയോഗിക്കാം, ഉബുണ്ടുവിൽ ഉപയോഗിക്കാം. ഏത് കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിലും ഇറ്റ് ഈസ് കോമ്പാറ്റിബിൾ. Who designed it? It was Joseph Felsenstein who for the first time designed this software. And as I told you, the software uses some, ഒരു സോഫ്റ്റ്വെയർ ആകുമ്പോൾ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഇതിൻ്റെ ബേസിസിലായിരിക്കും അത് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് എവല്യൂഷണറി ട്രീ കൺസ്ട്രക്ട് ചെയ്യണത്. അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? വൺ ഇസ് പാർസിമണി, ഡിസ്റ്റൻസ് മെട്രിക്സ് ആൻഡ് ലൈക്ലിഹുഡ് മെത്തേഡ്സ്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. വി ആർ നോട്ട് കൺസേൺ വിത്ത് ഓൾ ദീസ് മെത്തേഡ്സ് ഇൻ ഡീറ്റെയിൽ. വി ഡോണ്ട് നീഡ് ടു ബി ഓൾസോ. ബട്ട് ദെൻ ലൈക്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ളത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് അങ്ങനെ ചെയ്യാം. ഡിസ്റ്റൻസ് മെത്തേഡും അതേപോലെ തന്നെ, ബേസിസ് ഓഫ് ദി ഹൗ മച്ച് ഡിഫറൻസ് ദേ ആർ ഹാവിങ് ദ ട്രീ ഈസ് ബീങ് കൺസ്ട്രക്റ്റഡ് ഓൺ ദാറ്റ് പ്രിൻസിപ്പിൾ. ആൻഡ് പാർസിമണി ഐ ടോൾഡ് യു ഏറ്റവും ചീപ്പസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ട്രീ വിച്ച് എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ വിൽ ബി അഡോപ്റ്റഡ്.
ഇനി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ് എന്തായിരിക്കും എന്ന് വെച്ചാൽ നമുക്കറിയാം മോളിക്കുലർ സീക്വൻസസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ന്യൂക്ലിക് ആസിഡ്സ്, അമിനോ ആസിഡ് സീക്വൻസസ്, ആൻഡ് ഓൾസോ ജീൻ ഫ്രീക്വൻസി, റെസ്ട്രിക്ഷൻ സൈറ്റ്സ്, ഫ്രാഗ്മെന്റ്സ്, ഡിസ്റ്റൻസ്, എവറിഥിങ് ഇസ് ബീൻ ഹാൻഡിൽഡ് വിത്ത് ദിസ് പാക്കേജ്. ഇനി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് അറ്റ് evolution.genetics.washington.edu.phylip.html. ഇനി phylip, we could see it as one of the oldest and widely distributed type of phylogenetic package, and in this program are controlled through a menu. ഇതിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു മെനു ബാർ ഉണ്ടാവും, and which ask the users which options they want to set and allows them to start computation. The data are read into the program with നമുക്കിപ്പോൾ കമാൻഡ് അടിച്ചു കൊടുക്കാം, ആൻഡ് ടെക്സ്റ്റ് ഫയൽ പോലെ ആയിരിക്കും, ആൻഡ് ദി യൂസർ ക്യാൻ പ്രിപ്പയർ ദാറ്റ് യൂസിങ് ഒരു വേർഡ് പ്രോസസ്സറോ ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി ആസ് ഇഫ്, ബട്ട് ദെൻ സിൻസ് വി ആർ നോട്ട് യൂസിങ് ഇറ്റ്, വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദിസ് ടൂൾ, പക്ഷേ ദേ സേ ദാറ്റ് ഇറ്റ്സ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ടൈപ്പ് ഓഫ് ടൂൾ. മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, യു ക്യാൻ യൂസ് ദ ടെക്സ്റ്റ് എഡിറ്റർ, the word processor to start with the program. So that's all.